എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്പാവും എന്നുള്ളൊരു രീതിയിൽ തന്നെ ഞാൻ ചെയ്തതാണ്. പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോണ്ടാക്ട് നമ്പറിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂട്ട് ഉണ്ടാക്കുന്നത് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ഇന്നൊരു വീഡിയോ ഞാൻ ചെയ്തെങ്കിൽ പോലും അത് സാധനം നേരെ തലതിരിക്കും. ആ വീഡിയോ മൊത്തം നേരെ തലതിരിക്കും. അപ്പോൾ നമുക്കത് നേരെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാനന്ന് രാവിലെ ഉണ്ടാക്കിയ ഫ്രൂട്ടാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറിയ വിരലാണ്. ഞാൻ 5 അടിയിൽ താഴെ ഹൈറ്റുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ഈയുടെ ബേസ് ഫ്രൂട്ട് അതെനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇതിലങ്ങോട്ട് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ആ വ്യത്യാസങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കസ്റ്റമൈസ്ഡ് ഫ്ലൂട്ടിൽ ഒരിക്കലും നീളത്തിലൊന്നും ഒരു മാറ്റം വരില്ല. നമ്മൾ ഹോൾ ചെയ്യുമ്പോൾ മാത്രം അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫിംഗർ ഈസി ആയിട്ട് വായിക്കാൻ കഴിയുമെന്നുള്ളത്. ആ ലെങ്ത്തിൽ ഒരിക്കലും മാറ്റം വരില്ല. ലെങ്ത്ത് അത് തന്നെയായിരിക്കും. ഓരോരുത്തരെയും പലരുടെയും സ്കെയിൽ അനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മെഷർമെൻറ്റ് ഞാൻ ഇതിൽ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് ഇതാണ് ഇതിൻ്റെ എൻഡ്. ഈയുടെ ബേസാണ് ഈ ഫ്രൂട്ട്. ഈ ഫ്രൂട്ടിൻ്റെ പഞ്ചമത്തിലേക്ക് എന്തായാലും നമ്മുടെ ഫിംഗർ എത്താൻ ചാൻസ് കുറവാണ്. എൻ്റെ ഒന്നും ഒരിക്കലും എത്തൂല, എത്തുന്നവരുണ്ടാവും. അപ്പോൾ ഈ പഞ്ചമത്തിൻ്റെ ഹോള് ഞാനൊരു കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെഷർമെൻ്റാണ് ഈ കാണുന്നത്. ഞാനത് കുറച്ചിങ്ങ് മാറ്റി. ഇവിടേക്ക് വരുമ്പോൾ ഈ സാധനം ഈ ഹോള് വലിപ്പം കൂടും. ഇത് 6ാമത്തെ ഹോളുണ്ട്. പക്ഷെ ആ ഹോൾ ഇത്രയും കൂടി മാറ്റി. ബാക്കി രണ്ടും പ്രോപ്പറായിട്ട് എനിക്ക് പിടിക്കാവുന്ന ഒരു ഇതിലായി. പക്ഷെ ഇതിൽ മാത്രം ഇത്തിരി മാറ്റം ഞാൻ വരുത്തി. ആ മരത്തിയിട്ട് കുറച്ചുകൂടി പ്രശ്നം വന്നു. ഇതെല്ലാം കൂടി പിടിച്ചു വായിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഓക്കെയാണ്. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള 3ാം ഹോള് ഇവിടെ വരുന്നത്. പക്ഷെ അത് ഇത്രയും കൂടി മാറ്റി. 2ാമത്തെ ഹോൾ ഇത്രയും മാറ്റി. 3ാമത്തെ ഹോൾ ഇങ്ങോട്ട് അടുപ്പിച്ചു. ഫസ്റ്റ് ഹോൾ ഇങ്ങോട്ട് അടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ ഹോളിൽ വലിപ്പം വ്യത്യാസം വന്നു. ഇതാണ് ഫ്രൂട്ട് ഉണ്ടാക്കുന്നതിനുള്ള പ്രത്യേകത. ഈ ഹോളാണ് ഒട്ടുമിക്ക ഫ്രൂട്ട് മേക്കേഴ്സ് ഉണ്ടാകുമ്പോൾ അതിന് മാറും. പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്ന മാറ്റുമ്പോൾ ഈ ഹോള് വലുതാവും. ഇത് പ്രോപ്പറായിട്ടുള്ള മെഷർമെൻ്റാണ് ഇതിൻ്റെ. ഈ 2 ഹോള് ബാക്കിയെല്ലാം കസ്റ്റമൈസ്ഡാക്കി. ഇത് ഈ ലെങ്ത്തിൽ ഒരിക്കലും മാറ്റം വരാൻ പാടില്ല. കാരണം ഈ ലെങ്ത്തിൽ മാറ്റം വന്നാൽ പിന്നെ വരുന്ന നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞാൽ ഷാർപ്പായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അതിൻ്റെ ടോൺ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഈയുടെ ബേസ്. വായിക്കുന്നവർക്ക് മനസ്സിലാവും. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുന്നു. ഇനി കഴിക്കുന്നുണ്ടെങ്കിൽ വരണം. ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത്രയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു
26 mm ആണ് ഇതിൻ്റെ ഡയാമീറ്റർ, ഇന്നർ ഡയാമീറ്റർ വരുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് ഇങ്ങോട്ട് മാറുന്തോറും ഹോളിൻ്റെ വലിപ്പം കുറയും. ഇത് ഇങ്ങോട്ട് മാറിയതുകൊണ്ടാണ് ഈ ഹോളിൻ്റെ വലിപ്പം വ്യത്യാസം വന്നത്, ഹോൾ വലുതായത്. ബാക്കിയെല്ലാം പ്രോപ്പറായിട്ടുള്ള ഇതാണ്. നിങ്ങളിത് കറക്റ്റായിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കെയില് ഇട്ടിട്ട് ശ്രുതി ഇട്ടിട്ട് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ബേസ് ഈ ആണ്. അപ്പം ഇതുപോലത്തെ വീഡിയോ ഇനിയും ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ രാവിലെ ചെയ്തായിരുന്നു, പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നേരെ തല കുത്തിയിട്ടാണ് ഇത് വന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഹൈ പിച്ച് എടുക്കുമ്പോഴും പക്കാ സ്കെയിൽ വരും. ഇത് എനിക്ക് പ്രാക്ടീസ് കുറവിൻ്റെ ആണ് കേട്ടോ. എല്ലാവരും സ്വയം ക്ഷമിക്കുക. കാരണം നമ്മളത്ര വലിയ വായനക്കാരനൊന്നുമല്ല, ഫ്ലൂട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കുക. പരമാവധി എല്ലാവർക്കും ഉപകാരപ്പെടണമെന്നുള്ളതാണ്. കാരണം ഉത്തരേന്ത്യക്കാർ മുഴുവനും നമ്മളെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പം ചൂഷണത്തിന് ഇരയാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണിത്. അപ്പം അവർ പറയുന്നത്, ഇനി ഞാൻ പേരെടുത്ത് പറയാം, ശ്രീലക്ഷ്മി ഫ്ലൂട്ട്സ്. ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 1 to 2 ഇഞ്ച് കസ്റ്റമൈസ്ഡ് ചെയ്ത് ഫ്ലൂട്ട് ഉണ്ടാക്കി തരാമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഞാൻ ഒരു ദിവസം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ താനെന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ആൾ ഹിന്ദിക്കാരനാണ്. ഞാൻ ചോദിച്ചു, താങ്കളെന്തിനാണ് പിന്നെ അങ്ങനെ പറഞ്ഞത്, കളിപ്പിക്കലുണ്ട്. പറഞ്ഞു, എനിക്കിങ്ങനെ അറേഞ്ച് വേണമെങ്കിൽ ഞാൻ കുറച്ചാക്കി നീളം കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അറേഞ്ച് നീളം കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര പോയാലും ഒന്നും സംഭവിക്കാനില്ല. അപ്പം നമ്മൾ വന്ന് നോക്കുമ്പോൾ ഓക്കെ, നീളം ഓക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വിളിച്ചാൽ തന്നെ, എനിക്കിപ്പോൾ ആസാം ബാമ്പു സപ്ലൈ ചെയ്ത ആൾ തന്നെ നമ്മൾ കളിപ്പിക്കുന്ന ആൾക്കാരാണ്. അവർ പറയുന്ന റേറ്റിനാണ് നമ്മൾ ഈ സാധനം എടുക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് അവർ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്ന 1-2 വ്യക്തികളുള്ളൂ. അവർ നല്ല പ്രോപ്പർ സാധനമാണ് നമുക്ക് തരുന്നത്. മറ്റുള്ളവരൊക്കെ പരമാവധി ബെൻഡുള്ള സാധനമായിരിക്കും, പിന്നെ കളറ് കുറവുള്ളതായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നല്ല കളറുള്ള സാധനമായിരിക്കണം, ലൈറ്റ് ഏറ്റവും. ഞാൻ അവർ പറയുന്ന റേറ്റ് കൊടുത്തിട്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ സാധനം മോശമായിരിക്കും, പകുതിയിലധികം മോശമായിരിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ ആ ടീമിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടതായില്ല. പിന്നെ കസ്റ്റമൈസ്ഡ് ഫ്ലൂട്ടായിട്ടായിരുന്നു ചിലരെന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, ഈ ഹോളൊന്ന് ഇവിടെ അടുപ്പിച്ച് തരാമെന്ന് ചോദിക്കും. എനിക്ക് ഏകദേശം എത്ര വേണമെന്ന് ചോദിക്കും. അപ്പോൾ ആ രീതിയിൽ ഞാൻ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ മെഷർമെൻറ്റ് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. ഇന്ന അളവിലാണ് ഈ ഹോൾ വരുന്നത്. അതായത് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫ്ലൂട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന മെത്തേഡാണ്. അതും മുമ്പത്തെ എൻ്റെ വീഡിയോ കൊണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ മൊബൈലിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൊബൈലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇത് എൻഡ് ടു മൗത്തിൻ്റെ സെൻറ്ററാണ് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. അതിൽ നിന്ന് നമ്മളിത് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഫ്ലൂട്ട് പെർഫെക്റ്റ് ഫ്ലൂട്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ബാമ്പു ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൽ നിന്നും ട്രേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്ലൂട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. ഫ്ലൂട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ആ മെത്തേഡ് ഫ്ലൂട്ട് ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ, എല്ലാവർക്കും അറിയില്ല. ഇത് ഞാൻ പറയുന്നത് അഹങ്കാരം കൊണ്ടല്ല കേട്ടോ. ഞാൻ പഠിച്ചതാണ്. പല ഫ്ലൂട്ട് മേക്കേഴ്സിൻ്റെയും